വൈകുന്നേരത്തെ മുഴുവൻ ലിസ്റ്റ് വരുമ്പോഴറിയാം തീരുമാനങ്ങൾ എന്നുള്ളത്. ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. വേറെ കാര്യങ്ങളെന്താ ആർക്കാ സംശയം? തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് മെമ്പറാണ് അദ്ദേഹം. അപ്പോൾ അത് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി എടുത്ത നിലപാടുകൾ എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. പാർട്ടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ആർക്കും അത് അറിഞ്ഞുകൂടാത്ത ഇനിയും അങ്ങനെ എടുക്കുള്ളൂ. കേരള ഹൗസിലെത്തി 30,000 രൂപ അടച്ച് NOC വാങ്ങിയിട്ടുണ്ട്. സമർപ്പിക്കാനുള്ള ഒരു അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്ന് വൈകുന്നേരത്തിനറിയാം. അതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനം. ഏത് ലിസ്റ്റിനകത്ത് ആരെ വേണമെങ്കിലും ഉൾപ്പെടുത്താതിരിക്കാനൊക്കെ ഹൈക്കമാൻഡിന് അധികാരമുണ്ട്. ആ കമ്മിറ്റി വരുമ്പോൾ അതറിയാം. അതൊക്കെ ഹൈക്കമാൻഡാണ് പറയേണ്ടത്. ഞാൻ അതൊന്നും പറയേണ്ട ആളല്ല. ഹൈക്കമാൻഡാണ് അതൊക്കെ പറയുന്നത്. ഇന്നത്തോടു കൂടി ഏതാണ്ട് കോൺഗ്രസിൻ്റെ മുഴുവൻ പട്ടികയും പുറത്തു വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതാണ്ട് എന്ന് പറയുമ്പോൾ അത് പറയാനുള്ളൂ. അങ്ങനല്ല, അത് 100% വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരം വളരെ ശക്തമാണ്. പിന്നെ നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ CPM ഇതുപോലെ പ്രതിസന്ധി നേരിട്ടൊരു കാലഘട്ടമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചല്ല ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുത്ത ഓരോ പ്രദേശങ്ങളും കെട്ടിപ്പടുത്ത നേതാക്കൾ പാർട്ടിയിൽ നിന്ന് ഇല പൊഴിയും പോലെ പൊഴിഞ്ഞു പോവുകയാണ്. അതിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ജനം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ മാറ്റാൻ വേണ്ടി നിൽക്കുന്നു. CPM ലീഡേഴ്സും പ്രവർത്തകരും അതിന് തയ്യാറായി കഴിഞ്ഞു, ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. അത് സംശയമില്ല. എന്താ സംശയം? കേരളത്തിലെ കോൺഗ്രസും പ്രത്യേകിച്ച് കണ്ണൂരിലെ കോൺഗ്രസിൽ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആർക്കാ ഹൈക്കമാൻഡ് നൽകിയ ഒരു വാക്കാണ്. ആ വാക്കാണ് ഇപ്പോൾ അറിയില്ല കേട്ടോ. അതൊക്കെ വലിയ ഹൈക്കമാൻഡ് അതിനകത്ത് അറിയുന്ന കാര്യങ്ങളല്ല. അങ്ങനെ അറിയില്ല. അപ്പോൾ ഓക്കെ.